തിരുവനന്തപുരം ശാസ്തമംഗലത്ത് പ്രവർത്തിക്കുന്ന ബ്രൂക്ക് പോർട്ട് ട്രാവൽസ് ആൻഡ് ലോജിസ്റ്റിക് ലിമിറ്റഡ് എന്ന സ്ഥാപനത്തിനെതിരെയാണ് പരാതി. കാനഡയിലും അമേരിക്കയിലും ജോലി വാഗ്ദാനം ചെയ്ത് കോടികൾ തട്ടിയെന്ന് പരാതിയിൽ പറയുന്നു. സംസ്ഥാന വ്യാപകമായി നടന്ന ഒരു വൻ വിസ തട്ടിപ്പാണ്. 100-ലധികം പേരിൽ നിന്നായിട്ട് ഏകദേശം 5 കോടി രൂപയ്ക്ക് മേളിലാണ് ഇവർ തട്ടിയിട്ടത്. 2027 ഡിസംബർ തൊട്ട് 4 ലക്ഷം രൂപയാണ് ഞാൻ അവർക്ക് കൊടുത്തത്. ഇതുവരെയും അവർ ഒരു കാര്യങ്ങളും ഞങ്ങൾക്ക് വേണ്ടി നടത്തിയിട്ടില്ല. ലാസ്റ്റ് പറഞ്ഞൊരു പ്ലാൻ എന്ന് പറഞ്ഞാൽ നിങ്ങൾ കാനഡ പോകാൻ പറ്റത്തില്ല, പകരം അർമേനിയക്ക് അല്ലെങ്കിൽ ബൾഗേറിയക്ക് ആക്കി തരാമെന്ന് പറഞ്ഞു. ഞാൻ പറഞ്ഞു വേണ്ട, എനിക്ക് എൻ്റെ പൈസ തിരിച്ചു തരാൻ പറഞ്ഞു. അത് കഴിഞ്ഞിട്ട് പുള്ളിക്കാരെ തന്നെ വിളിച്ചിട്ടുമില്ല, കോൺടാക്ട് ആക്കിയിട്ട് ഒന്നും ഒരു ഇതും ചെയ്തിട്ടില്ല, മെസ്സേജിന് റിപ്ലൈ ഇല്ല, ഒന്നും ആക്കിയിട്ടില്ല. സമൂഹ മാധ്യമങ്ങളിലെ പരസ്യം കണ്ട് വിളിക്കുന്നവരെ സ്ഥാപന ഉടമകളായ ഡോൾസി ജോസഫൈൻ സജുവും ഇവരുടെ ഭർത്താവ് സജു സൈമണും മകൻ രോഹിത് സജുവും ഫോണിൽ ബന്ധപ്പെടും. തുടർന്ന് വിദേശത്ത് ജോലി വാഗ്ദാനം ചെയ്ത് പണം വാങ്ങും. ഒരാളിൽ നിന്ന് 8 ലക്ഷം രൂപ വരെ വാങ്ങിയിട്ടുണ്ട്. ചിലർ 10.5 ലക്ഷവും കൊടുത്തിട്ടുണ്ട്. എന്നാൽ വാഗ്ദാനം ചെയ്ത വിസയും ജോലിയും ലഭിച്ചില്ലെന്ന് പരാതിക്കാർ പറയുന്നു. വിളിച്ചാൽ ഫോൺ പോലും എടുക്കില്ല. തിരുവനന്തപുരം, കോട്ടയം, എറണാകുളം, വയനാട് ജില്ലകളിലെ പോലീസ് പ്രതികൾക്കെതിരെ അന്വേഷണം ആരംഭിച്ചിട്ടുണ്ട്. 12-ലധികം FIRകൾ രജിസ്റ്റർ ചെയ്തു. സ്ഥാപന ഉടമ ഡോൾസി ജോസഫിനെ പ്രതിയാക്കിയാണ് കേസുകൾ. വഞ്ചനാക്കുറ്റമാണ് ചുമത്തിയിരിക്കുന്നത്. പോലീസിൽ പരാതി നൽകിയതിനെ തുടർന്ന് സ്ഥാപന ഉടമകൾ ഭീഷണിപ്പെടുത്തുന്നതായും തട്ടിപ്പിനിരയായവർ പറയുന്നു. ഞങ്ങളുടെ അടുത്ത് 4 ലക്ഷവും വാങ്ങി 2 വർഷവും കഴിഞ്ഞു. ഇപ്പോൾ വനിതാ കമ്മീഷനിൽ നോട്ടീസ് വന്നിരിക്കുന്നു. ഞാൻ അവരെ സെക്ഷൽ ആക്ടിവിറ്റിക്കായിട്ട് നിർബന്ധിക്കുന്നു എന്നൊക്കെ പറഞ്ഞിട്ടാണ് വനിതാ കമ്മീഷന് നോട്ടീസ് അയച്ചിരിക്കുന്നത്. സ്ഥാപന ഉടമ ഡോൾസി ജോസഫൈനുമായി ഞങ്ങൾ ബന്ധപ്പെട്ടു. സ്ഥാപനം തകർക്കാനുള്ള ഗൂഢനീക്കമാണ് ഈ പരാതിക്ക് പിന്നിലെന്നാണ് അവർ ആരോപിക്കുന്നത്. എന്നാൽ റിക്രൂട്ട്മെന്റ് നടത്താൻ ശ്രമിച്ചതും പണം വാങ്ങിയതും അവർ നിഷേധിച്ചിട്ടില്ല. ഇതെല്ലാം ഫേക്കാണ്. ഈ പറഞ്ഞ കാൻഡിഡേറ്റ്സ് എല്ലാവരും എഗ്രിമെന്റ് സൈൻ ചെയ്ത് ടേംസ് ആൻഡ് കണ്ടീഷൻസ് ഇവരുമായിട്ട് നമ്മൾ ഡിസ്കസ് ചെയ്തതിന് ശേഷമാണ് നമ്മൾ ഇത് ചെയ്തത്. ഞാനത് സമ്മതിക്കുന്നുണ്ട്. ദെർ വാസ് എ ഡിലേ. ഇതാണ് സ്ഥാപന ഉടമയുടെ വിശദീകരണം. എന്നാൽ വിദേശത്തേക്ക് റിക്രൂട്ട്മെന്റ് നടത്താൻ ഇവർക്ക് അംഗീകാരമുണ്ടോ? അത്തരമൊരു അംഗീകാരം ഇല്ലെന്നാണ് നോർക്കയിൽ നിന്നും പ്രൊട്ടക്ടർ ഓഫ് എമിഗ്രേഷനിൽ നിന്നും ഞങ്ങൾക്ക് ലഭിച്ച മറുപടി. മാത്രമല്ല, ഇവരുടെ ഓഫീസ് പ്രവർത്തിക്കുന്നത് വാടക കെട്ടിടത്തിലാണ്. കെട്ടിട ഉടമയെയും തെറ്റിദ്ധരിപ്പിച്ചാണ് ഓഫീസ് തുറന്നത്. സുഗന്ധവ്യഞ്ജന കയറ്റുമതി സ്ഥാപനം എന്ന പേരിലാണ് വാടക കരാറും തയ്യാറാക്കിയിരിക്കുന്നത്. ഞങ്ങൾക്ക് റെന്റൽ എഗ്രിമെന്റിൽ എഴുതിയിരിക്കുന്ന സ്പൈസസ് എക്സ്പോർട്സിനാണ്, അല്ലാതെ ഈ ഒരു ജോബ് കൺസൾട്ടൻസിക്ക് വേണ്ടിയല്ല ഒരു എഗ്രിമെന്റ് എഴുതിയിരിക്കുന്നത്. സോ ഞങ്ങളിപ്പോൾ ഇമ്മീഡിയറ്റ്ലി അവരുടെ വെക്കേറ്റ് ചെയ്യാൻ വേണ്ടി നോട്ടീസ് അയക്കുകയാണ്. കഴിഞ്ഞ മാസം മുതലാണ് പരാതിക്കാർ പോലീസിനെ സമീപിച്ചു തുടങ്ങിയത്. ചില പോലീസ് സ്റ്റേഷനുകളിലൊക്കെ കാര്യമായ അന്വേഷണമുണ്ടായി. എന്നാൽ തിരുവനന്തപുരത്തെ മ്യൂസിയം സ്റ്റേഷനിലടക്കം ഈ പരാതിയിൽ അത്ര ഗൗരവത്തിലുള്ള അന്വേഷണം നടന്നില്ല. ഗോകുൽനാഥിനൊപ്പം R. അനന്തകൃഷ്ണൻ, മാതൃഭൂമി ന്യൂസ്, തിരുവനന്തപുരം.